പവിത്രം സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ വിക്രമും വേദയും കാട്ടിലകപ്പെടുന്നുണ്ടെങ്കിലും അന്ന് രാവിലെ എഴുന്നേറ്റ് നോക്കുന്ന സമയത്തിന് വിക്രമിനെ അവിടെയൊന്നും കാണുന്നില്ല. അതോടുകൂടി തന്നെ വേദ ആകെ പേടിച്ചു പോവാണ്. പക്ഷേ കുറച്ചു നേരം കഴിഞ്ഞതിന് ശേഷം വേദയുടെ അടുത്തേക്ക് വരുന്നുണ്ട് വിക്രം. വിക്രമിനെ കണ്ടു കിട്ടിയതോടുകൂടി തന്നെ എങ്ങനെയെങ്കിലും അന്നത്തെ ആ ഒരു ദിവസം കാട്ടിൽ നിന്നും രക്ഷപ്പെടണമെന്നൊക്കെ ചിന്തിച്ചിട്ട് അതിൻ്റെ വഴികൾ അന്വേഷിക്കാണ് രണ്ടുപേരും. അവർ രണ്ടുപേരും അവിടെ ഉള്ളത് കൊണ്ട് തന്നെ വിക്രമിന്റെ ആ ഒരു സ്നേഹം നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ട് വേദ. തൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് വിക്രത്തിന് ഇത്ര നേരം കുറേ നേരം തനിക്ക് മാത്രമായിട്ട് കിട്ടുന്നത്. വിക്രമാണെങ്കിൽ വേദയോട് വളരെയധികം സ്നേഹത്തോടു കൂടി തന്നെയായിരിക്കട്ടെ പെരുമാറുന്നത്. അതുകൊണ്ട് തന്നെ വേദയ്ക്ക് പെട്ടെന്ന് തന്നെ കാട്ടിൽ നിന്ന് രക്ഷപ്പെടണമെന്നൊന്നുമില്ല. എന്നാലും വിക്രമിന്റെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് അങ്ങനെ അവരിങ്ങനെ നടന്നു പോവായിരിക്കും. കുറേ നേരം ഇവർ രണ്ടുപേരും സംസാരിച്ചതോടുകൂടി തന്നെ രണ്ടുപേരുടെയും മനസ്സ് വല്ലാതെ അങ്ങനെ അടുത്തു പോകുന്നുണ്ട്. വിക്രത്തിനോട് ഇനി എന്ത് കാര്യങ്ങളും തുറന്ന് സംസാരിക്കാമെന്ന ആ ഒരു മട്ടിലായിട്ടുണ്ടാവും വേദ. ഏതായാലും വേദയുടെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന വിഷമങ്ങളെല്ലാം തന്നെ വിക്രവുമായിട്ട് പങ്കുവെക്കുന്നത്. അന്ന് വിക്രം ജയിലിലായ സമയത്തിന് വേദ അനുഭവിക്കേണ്ടി വന്ന വിഷമങ്ങളെല്ലാം തന്നെ വിക്രമുമായിട്ട് പങ്കുവെക്കുന്നുണ്ട് വേദയുടെ വിഷമമെല്ലാം കേൾക്കുന്ന സമയത്തിന് വിക്രത്തിനും വല്ലാത്ത വിഷമമായിരിക്കും. എന്നിട്ട് വേദയെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് വേദയെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്ന സീനൊക്കെ വരുന്നത്. വിക്രമിനാണെങ്കിൽ എങ്ങനെയെങ്കിലും ഈ ഒരു കാട്ടിലാകപ്പെട്ടു പോയിരിക്കില്ലേ, എങ്ങനെയെങ്കിലും കാട്ടിൽ നിന്ന് പുറത്തേക്ക് എത്തണമെന്നൊരൊറ്റ ശ്രമം മാത്രമായിരിക്കും. പക്ഷേ വേദയുടെ മനസ്സിലാണെങ്കിലോ വിക്രമിന് കുറേ നേരം ഇങ്ങനെ ഒറ്റയ്ക്ക് കിട്ടുന്നതല്ലേ തനിക്ക്. അതുകൊണ്ട് കാട്ടിലൂടെ ആണെങ്കിലും 2-3 ദിവസം എങ്ങനെയെങ്കിലുമൊക്കെ ഇവിടെ തങ്ങിയിട്ട് വിക്രമിന്റെ കൂടെ കുറേ അധികം സമയം ചെലവഴിക്കണമെന്ന ആ ഒരു ചിന്തയായിരിക്കും വേദയുടെ മനസ്സിൽ. കുറച്ചു ദിവസം കൂടി എങ്ങനെയെങ്കിലും ആ കാട്ടിലിങ്ങനെ വിക്രത്തിന്റെ കൂടെ അവിടെ പിടിച്ചു നിൽക്കണം. അതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങണമെന്നോ പുറത്തേക്ക് വീട്ടിലേക്ക് എത്തണമെന്നോ യാതൊരു തീരുമാനവും തന്നെ വേദയ്ക്കുണ്ടാവും. വിക്രമാണെങ്കിൽ വേദയെ എങ്ങനെയെങ്കിലും പിടിച്ചു വലിച്ച് കൊണ്ടുപോവാണ്. വാ ഇങ്ങോട്ടേക്കൊക്കെ പറഞ്ഞിങ്ങനെ പിടിച്ചു വലിച്ച് കൊണ്ടുപോവാണ്. ആ സമയത്തൊക്കെ വേദയാണെങ്കിൽ വയ്യാത്ത പോലെ അഭിനയിക്കുന്നുണ്ട്. നിക്ക് എനിക്ക് ഒട്ടും വയ്യ, കുറച്ചു നേരം ഇവിടെ ഇരിക്കാമെന്നൊക്കെ പറഞ്ഞ് വേദയ്ക്ക് എങ്ങനെയെങ്കിലും ആ ഒരു കാട്ടിൽ തന്നെ ടൈം സ്പെൻഡ് ചെയ്യണമെന്നായിരിക്കും. അങ്ങനെ ഇവർ കുറേ ദൂരം ആ ഒരു കാട്ടിലൂടെ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്തായിരിക്കട്ടെ ഒരു തേനീച്ചക്കൂട് കാണുന്നത്. അത് കാണുന്ന സമയത്തിന് വേദക്ക് വല്ലാത്ത കൊതി തോന്നും. എനിക്ക് ആ തേന് വേണമെന്നൊക്കെ പറഞ്ഞിങ്ങനെ വാശി പിടിച്ച് നിൽക്കും. തേനില്ലാതെ ഞാൻ ഒരിക്കലും ഇവിടെ നിന്നും പോരില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ വാശി പിടിച്ച് നിൽക്കുകയാണ്. അങ്ങനെ മറ്റു നിവൃത്തിയില്ലാതെ വിക്രം ഏതായാലും ആ ഒരു ഷർട്ടൊക്കെ ഊരിയിട്ട് തേനീച്ച കുത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മുഖമൊക്കെ മൂടിക്കെട്ടിയതിന് ശേഷം ആ ഒരു തേനൊക്കെ എടുത്തു കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് ചപ്പെല്ലാം വാരി കൂട്ടി കത്തിച്ചതിന് ശേഷം അങ്ങനെ തീ ഇങ്ങനെ പുകച്ചതിന് ശേഷം തേനീച്ചകളെല്ലാം അവിടെ നിന്നും ആട്ടിപ്പായിക്കും. അതിനുശേഷം ആ ഒരു തേനീച്ചയുടെ അടങ്ങനെ അടർത്തി മാറ്റിയതിന് ശേഷം വിക്രം തന്നെ കൈകൊണ്ട് ഇങ്ങനെ പിഴിഞ്ഞിട്ട് വേദയുടെ വായിലേക്ക് തേനൊക്കെ ആക്കി കൊടുക്കുന്നുണ്ട്. ആ ഒരു നിമിഷമൊക്കെ വല്ലാതെ അങ്ങനെ ആസ്വദിച്ച് പോകുന്നുണ്ട് കേട്ടോ വേദ. അങ്ങനെ ആ ഒരു തേന് കുടിച്ചതോടുകൂടി തന്നെ അവർക്ക് കുറേ അധികം ദാഹവും വിശപ്പൊക്കെ മാറുന്നുണ്ട് എന്ന് മാത്രമല്ല അവർ രണ്ടുപേരും കുറച്ചും കൂടെ നല്ല എനർജറ്റിക് ആയിരിക്കും. അതോടുകൂടി തന്നെ അവർ വീണ്ടും അങ്ങനെ കുറേ ദൂരം നടന്നു പോവാണ്. പിന്നെ അങ്ങനെ ആറും അരുവിയും മലകളും അങ്ങനെ താണ്ടി കുറേ അധികം ദൂരം നടന്നതിന് ശേഷം അവരിങ്ങനെ ഏകദേശം ഒരു റോഡ് എത്താറായിട്ടുണ്ടാവും. എന്നാൽ ആ ഒരു റോഡ് കണ്ടതോടുകൂടി തന്നെ വിക്രത്തിനൊന്ന് ആശ്വാസമാവുന്നുണ്ടെങ്കിൽ പോലും വേദക്ക് ഭയങ്കര സങ്കടമായിരിക്കും കേട്ടോ. കാരണം ഇനി ആ ഒരു കാട്ടുവാസം കഴിഞ്ഞില്ലേ, ശരിക്കും മെയിൻ റോഡിലേക്ക് എത്തിയില്ലേ എന്ന് ചിന്തിച്ചിട്ട് അയ്യോ കാട് കഴിഞ്ഞല്ലോ, ഇനിങ്ങനെ വിക്രമിനെ തനിക്ക് മാത്രമായിട്ട് തനിക്ക് സ്വന്തമായിട്ട് കിട്ടൂലല്ലോ എന്നൊക്കെ ചിന്തിച്ചിങ്ങനെ വിഷമിച്ച് റോഡിലൂടെ ഇങ്ങനെ നടന്ന് റോഡിൻ്റെ അടുത്തിങ്ങനെ എത്തിയിട്ടുണ്ടാവും. ആ ഒരു സമയത്തായിരിക്കും ഇവരന്വേഷിച്ചുകൊണ്ട് തന്നെ വാസവന്റെ ഗുണ്ടകൾ അങ്ങോട്ടേക്ക് വരുന്നത്. എങ്ങനെയെങ്കിലും ഇവരെ കണ്ടെത്താതെ തിരികെ വരരുത് എന്നായിരിക്കും വാസവന്റെ ഭീഷണി. ഒരു വിധത്തിൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്കുന്ന സമയത്തിന് ഗുണ്ടകളെ കാണും. ഗുണ്ടകൾക്കാണെങ്കിൽ ഇവരെ പിടിച്ചു കൊടുത്തേ പറ്റൂ, അല്ലെങ്കിൽ വാസവനായതാലും ഗുണ്ടകളുടെ കഥ തീർക്കുമെന്ന കാര്യം അവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ രണ്ടുപേരും ഭയങ്കര പ്രതിസന്ധിയിലായിരിക്കും. അങ്ങനെ വിക്രവും വേദയും എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടാൻ സമയത്തിന് വാസവന്റെ ഗുണ്ടകളെ കണ്ടതോടുകൂടി തന്നെ വിക്രത്തിനും വേദയ്ക്കും ആകെ പേടിയായിരിക്കും കേട്ടോ. എന്നിട്ട് എത്രയും പെട്ടെന്ന് തന്നെ രണ്ടുപേരുമായിട്ട് അവിടെ ഇങ്ങനെ ഒളിച്ചിരിക്കും. പക്ഷേ ഗുണ്ടകൾ ഏതായാലും ഇവരെ കൊണ്ട് തന്നെ പോവുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വേദക്ക് മനസ്സിലൊരു ഐഡിയ തോന്നുന്നു. അതായത് ഇവർക്ക് പിടി കൊടുക്കാമെന്ന്, അല്ലെങ്കിൽ പിന്നെ എന്തായാലും വിക്രമിനെ വേദയും അവിടെ പിടിച്ചു കിട്ടുമെന്ന കാര്യം വേദക്കറിയാം. ഇനി ആ ഗുണ്ടകൾ തന്നെ പിടിച്ചു കൊണ്ടുപോയാൽ പോലും തന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വിക്രമുണ്ടെങ്കിൽ എന്തായാലും തനിക്ക് രക്ഷപ്പെടും. തന്നെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ വിക്രം രക്ഷിക്കുമെന്ന കാര്യം വേദക്കറിയാം. ഒന്നുകിൽ അവർക്ക് പിടി കൊടുക്കണം, അല്ലെങ്കിൽ പിന്നെ 2 ദിവസം കൂടെ കാട്ടിൽ തന്നെ വിക്രമിന്റെ കൂടെ കഴിയാമെന്നൊക്കെ ആയിരിക്കും വേദ ചിന്തിക്കുന്നത്. വേദ ഏതായാലും അവിടെ വെച്ചിട്ടൊരു പണി ഒപ്പിക്കുന്നുണ്ട്. കാട്ടിൽ നിന്ന് ഒരു ചെറിയ നല്ലൊരു ഉരുളങ്കല്ല് എടുത്തുകൊണ്ട് തന്നെ ആ ഒരു ഗുണ്ടകളുടെ മേലേക്ക് അങ്ങ് എറിയുന്നുണ്ടെന്ന് മാത്രമല്ല പെട്ടെന്ന് അവിടെ നിന്ന് ഒന്നും അറിയാത്തതുപോലെ അങ്ങ് മാറി നിൽക്കും. ആ ഒരു ഏറി കിട്ടിയ പാടെ ഗുണ്ടങ്ങ് തിരിഞ്ഞു നോക്കുന്ന സമയത്തിനെ കാണുന്നത് അങ്ങോട്ടേക്ക് തിരിഞ്ഞു നിൽക്കുന്ന വേദയാണ്. വേദയെ കണ്ടതോടുകൂടി തന്നെ ഗുണ്ടകൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അവരേതായാലും വേദയുടെ നേർക്കങ്ങ് പാഞ്ഞു വരുന്നുണ്ടെന്ന് മാത്രമല്ല ആ ഒരു കത്തി നേരെ വേദയുടെ കഴുത്തിലേക്ക് അങ്ങ് ചേർത്ത് വെക്കാണ്. വിക്രം പെട്ടെന്ന് ആ ഒരു ശബ്ദമെല്ലാം കേട്ട് തിരിഞ്ഞു നോക്കുന്ന സമയത്തിന് വിക്രം കാണുന്നത് കുറേ അധികം ഗുണ്ടകളായിരിക്കും. അതും വേദയുടെ കഴുത്തിൽ ഇങ്ങനെ കത്തി വെച്ചിങ്ങനെ അറിയാൻ നിൽക്കുന്ന ഗുണ്ടകളായിട്ടോ കാണുന്നത്. വിക്രത്തിന് ഇത് കണ്ടിട്ട് ഒട്ടും തന്നെ സഹിക്കാൻ കഴിയുന്നു. വിക്രം ആ ഒരു ഗുണ്ടകളുമായിട്ട് ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിലും വിക്രത്തിന് ഒരിക്കലും തന്നെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല കേട്ടോ. അങ്ങനെ ഗുണ്ടകളും വിക്രവുമായിട്ട് കുറേ നേരം ഫൈറ്റ് ചെയ്തതിന് ശേഷം വല്ലാതെ അങ്ങ് ഇരുട്ടാവും. ഏതായാലും ഇനിയിപ്പോൾ വിക്രത്തിനെ വേദയും കയ്യിൽ കിട്ടിയിട്ടും കാര്യമില്ല. ഇവർക്ക് ഏതായാലും അവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയതോടുകൂടി തന്നെ ഗുണ്ടകൾ ഏതായാലും വിക്രത്തിനെയും അതുപോലെ വേദയും ആ ഒരു മരത്തിലങ്ങ് കെട്ടിയിടും. അതോടുകൂടി തന്നെ ഗുണ്ടകൾ ഏതായാലും അവിടെ ഒരു തീയൊക്കെ കത്തിച്ചു കൊടുത്തിനെ അവിടെ നിന്നും കുറച്ചകലം മാറി നിൽക്കും.
അങ്ങനെ വാസവന്റെ ഗുണ്ടകൾ ഏതായാലും കുറച്ചു നേരം അവിടെ അങ്ങനെ ഗ്യാങ്ങായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിന് അതിലൊരു ഗുണ്ട ഏതായാലും വിക്രമിന്റെ കൂട്ടുകാരനായിരിക്കും. കൂട്ടുകാരനല്ല, പണ്ടെന്നോ വിക്രം അയാളെ സഹായിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ വേദയും വിക്രമിനെ അവിടെ കെട്ടിയിട്ടിരിക്കുന്നത് കാണുന്ന സമയത്തിന് അയാൾക്ക് വല്ലാത്ത സഹതാപം തോന്നുകയാണ്. അങ്ങനെ ഈ മറ്റു ഗുണ്ടകൾ അറിയാതെ ഈ ഗുണ്ട ഏതായാലും വന്നിട്ട് ആ ഒരു കെട്ടഴിച്ച് കൊടുക്കുന്നുണ്ടെന്ന് മാത്രമല്ല അതിവിദഗ്ധമായിട്ട് വിക്രമും വേദയും അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകും. അങ്ങനെ ആ ഗുണ്ടകളുടെ കണ്ണ് വെട്ടിച്ചു പോലും വിക്രമും വേദയും അതിവിദഗ്ധമായിട്ട് അവിടെ നിന്നും രക്ഷപ്പെട്ട് നേരെ നാട്ടിലേക്ക് പോകുന്നുണ്ടെങ്കിൽ പോലും ഇപ്പം കാട്ടിൽ വെച്ച് നേരിടുന്നതിനേക്കാൾ വളരെ ക്രൂരമായിട്ടുള്ള രീതിയിലായിരിക്കട്ടെ വാസവൻ അവർക്ക് നാട്ടിൽ വെച്ച് ഒടുക്കി വെച്ചിരിക്കുന്നത്. വിക്രമും വേദയും തിരിച്ച് വീട്ടിലേക്ക് എത്തിയതോടുകൂടി തന്നെ ആ ഒരു വീട് തന്നെ അവിടെ നിന്ന് പൊളിച്ച് കളയാനുള്ള ഓർഡറൊക്കെ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് മേടിച്ചിട്ടുണ്ടാവും വാസവൻ. അതുപോലെ തന്നെ അവരുടെ വെള്ളം കണക്ഷനും അതുപോലെ കറണ്ട് കണക്ഷനും ഒക്കെ കട്ടാക്കിയിട്ടുണ്ടാവും. വിക്രം വേദയെ കൂട്ടി വീട്ടിലേക്ക് കയറി വരുന്ന സമയത്തിന് പിന്നീട് കമലമ്മക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും. കാരണം ആ ഒരു രീതിയിലായിരിക്കട്ടെ വാസവൻ ഓരോ കാര്യങ്ങളൊക്കെ വേദയെ പറ്റി പറഞ്ഞു വെച്ചിരിക്കുന്നത്. വേദനെ വീട്ടിലേക്ക് കയറ്റാൻ പറ്റാത്ത ആ ഒരു അവസ്ഥയിലാക്കി വെച്ചിട്ടുണ്ടാവും. കമലാമ്മയെ എതിർത്തുകൊണ്ട് തന്നെ വിക്രം ഏതായാലും വേദയെ കൂട്ടി വീട്ടിലേക്ക് കയറി വരുന്നുണ്ടെങ്കിൽ പോലും അവരുടെ പുറകെ തന്നെ വാസവൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നാൽ വാസവൻ അന്ന് നോക്കുന്ന സമയത്തിന് വിക്രമിനെയും വേദയും കാണിച്ചു കൊടുക്കുന്നില്ല കേട്ടോ. വാസവൻ അഭിലാഷും ഗുണ്ടയുമായിട്ട് വീട്ടിലേക്ക് കയറി വന്നതിന് ശേഷം ചോദിക്കുന്നത് അവനെവിടെ, വിക്രം എവിടെ, എനിക്കവനെ വേണമെന്ന് പറയുന്ന സമയത്തിന് മാഷ് പറഞ്ഞിട്ട് അതെ നിങ്ങൾ അവനെ അന്വേഷിച്ച് ഇങ്ങോട്ടേക്ക് വരണ്ട, അവൻ ഇവിടെ ഇല്ല എന്നൊക്കെ പറയും. അന്നേരം വാസവൻ പറഞ്ഞിട്ട് അവൻ എൻ്റെ കയ്യിൽ കിട്ടണം, എനിക്കവനെ കിട്ടിയത്, എനിക്ക് ഏതായാലും അവനെ കിട്ടിയേ തീരൂ. നിങ്ങളെങ്ങാനും അവനെ ഇവിടെ ഒളിപ്പിച്ച് വെക്കുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങളായിരിക്കും അനുഭവിക്കാൻ പോകുന്നത്. ഏതായാലും ഞാനിപ്പോൾ പോവാ, ഇനി ഞാൻ തിരികെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ഇവിടെ കാണോ, അതോ ഇനി നിങ്ങളുടെ വീട് തന്നെ ഇവിടെ കാണോ എന്നൊക്കെ ചോദിച്ച് കളിയാക്കിക്കൊണ്ടായിരിക്കട്ടെ വാസവൻ അവിടെ നിന്നങ്ങ് പോകുന്നത്. വാസവൻ്റെ സംസാരമെല്ലാം കേൾക്കുന്ന സമയത്തിന് സുധാകരൻ മാഷിനും കമലമ്മക്കും ഭയങ്കര സങ്കടമായിരിക്കും. വാസവൻ അവിടെ നിന്നങ്ങ് പോയതിനു ശേഷം സുധാകരൻ മാഷിങ്ങനെ കമലമ്മയോട് പറഞ്ഞിട്ട് എൻ്റെ വീട്ടിലേക്ക് കയറി വന്നിട്ട് ഇങ്ങനെയൊക്കെ എൻ്റെ മുഖത്ത് നോക്കി പറയാൻ ഇവൻ ആരാ, ഇതിനെല്ലാത്തിനും കാരണം ആ വിക്രം. വേദ ആകെ വിഷമിച്ചിരിക്കുന്ന സമയത്തിന് വിക്രമായിരിക്കട്ടെ വേദയുടെ മനസ്സിലിങ്ങനെ ധൈര്യം കൊടുക്കുന്നു. വേദ, നിനക്കൊരു പോറൽ പോലും ഏൽക്കാതെ ഞാൻ നിന്നെ സംരക്ഷിക്കും, ഇനി ആർക്കും ഞാൻ നിന്നെ വിട്ടുകൊടുക്കും. അമ്മ എന്നല്ല, ഇനി ആര് പോലും എതിർത്താലും ഈ ഒരു ബന്ധം ഒരിക്കലും വിരിക്കാൻ കഴിയും. ഇനി ഒരിക്കലും ഒന്നിനു വേണ്ടിയിട്ട് ഞാൻ നിന്നെ നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല എന്നിങ്ങനെ വിക്രം പറയുന്നത് കേൾക്കുന്ന സമയത്തിന് വേദക്കും വല്ലാത്ത സന്തോഷം തോന്നും. വേദയും വിക്രമിനെ വന്നിങ്ങനെ കെട്ടിപ്പിടിക്കുന്ന സമയത്തിന് വേദയും ഒത്തുള്ള നല്ലൊരു കുടുംബജീവിത സ്വപ്നം കണ്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്ന വിക്രത്തിനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്.